ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം സമയവും എടുക്കില്ല. നമ്മളൊന്ന് സവാള വഴറ്റിയെടുക്കാനും കുറച്ച് കാര്യങ്ങൾക്കും മാത്രമേ കുറച്ച് സമയം പോവുള്ളൂ. അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എപ്പോഴാണെങ്കിലും നമ്മൾ ഏത് കറി ഉണ്ടാക്കണമെങ്കിലും സവാളയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ എന്തായാലും ചിക്കൻ വരട്ടിയത് ഞാൻ ഗാർണിഷ് ചെയ്തിരിക്കുന്നത് കറിവേപ്പില ഇട്ടിട്ടാണ്. നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ടാണ് കറിവേപ്പില ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് 2 കിലോയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചില്ലി ചിക്കൻ്റെ പീസ് ആ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ വരട്ടി അതിന് അത്ര ടേസ്റ്റ് വരില്ല. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താലേ ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്കായിട്ട് നമ്മളൊരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി തന്നെ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉള്ളിയുടെ ടേസ്റ്റ് വന്നാലേ നമ്മുടെ ചിക്കൻ വരട്ടിയത് പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ 5 സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് മതി നമുക്ക്. ബാക്കിയുള്ളത് നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഒരുണ്ട വെളുത്തുള്ളി നന്നായിട്ട് ഫൈനായിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുക്കട്ടെ. നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ 1/2 ടീസ്പൂൺ മതി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്, ഗരം മസാല അല്ല കേട്ടോ. ചിക്കൻ മസാല തന്നെ ചേർക്കണം. 1 ടീസ്പൂൺ ചിക്കൻ മസാല. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ. അത് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ കുരുമുളക് പൊടിക്ക് നല്ലൊരു ഫ്ലേവറും വരും. അതുപോലെ നമ്മുടെ ചിക്കന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലേക്ക് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് പിടിച്ചു വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ ആണ് ചേർക്കുന്നതെങ്കിൽ പകുതി നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഉണ്ട വെളുത്തുള്ളിയുടെ പകുതി ഇപ്പോൾ ചേർക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കുമ്പോൾ ബാക്കി ചേർക്കാം. അപ്പോൾ കുരുമുളക് ചെറിയൊരു തരിതെടുപ്പോടു കൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. ചെറിയ തരികളുള്ളതാണ് നമ്മുടെ ചിക്കൻ വരട്ടിയതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുരുമുളക് മാക്സിമം ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സവോളയും ഉള്ളിയും നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം, എങ്കിലേ നമ്മുടെ ചിക്കൻ വരട്ടിയത് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വലിയ പീസായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഞാനിപ്പോൾ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിൽ ഈ വഴറ്റിൽ മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഉള്ളിയിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോള ചേർക്കുമ്പോഴേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഉള്ളിയിലും സവോളയിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പണിയല്ലേ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമുക്ക് സവോള ചേർക്കുമ്പോൾ ചേർക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നതെങ്കിൽ ഉള്ളി ചേർക്കുന്നതിനേക്കാൾ മുന്നേ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിയിട്ട് കൊടുക്കുക.
അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ട്രാൻസ്പെറൻ്റായി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മൺചട്ടി അല്ല, നിങ്ങൾ ഇരുമ്പ് ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ ഒക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ ചട്ടിയിൽ പിടിക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ചൂടായി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ആ ചൂട് നിന്നോളും കുറേ സമയത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടിയിൽ തന്നെ കറികൾ ചെയ്യുന്നത്. പിന്നെ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായിട്ട് തോന്നും. നമ്മുടെ കറി റെഡിയായി വരുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ വേവാനുള്ളതാണല്ലോ. ഉള്ളി എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ആ ഉള്ളിയുടെ നാടനൊരു മണം വരും. ഉള്ളി ചേർത്താലേ ഇത് പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളി മടി വിചാരിക്കാതെ കുറച്ചൊന്ന് ഒരു 10-20 എണ്ണം മതിയല്ലോ, അത്രയും ഒന്ന് നന്നാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയും നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒരുപാട് ബ്രൗൺ കളറായി പോകണ്ട കേട്ടോ സവോളയുടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് സവോള കുക്കായി വന്നോളും, ഗ്രേവിയൊക്കെ കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. അതുവരെ ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ അല്ലേ ചേർത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് 1 ടീസ്പൂൺ. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയുടെ എരിവ് വരും. ചിക്കൻ മസാലയിൽ എരിവുണ്ടാവും, അതുകൊണ്ട് ഒരുപാട് മുളക് പൊടി വേണ്ട. ഇനി നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാല 1 ടീസ്പൂൺ തന്നെ. നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ഇളക്കിയെടുക്കാം. കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. സവോളയിൽ നിന്നെല്ലാം മിക്സ് ആയി വരുമ്പോൾ നന്നായിട്ട് പൊടികൾ കുക്കായി വന്നോളും. പിന്നെ നമ്മൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം. അത് കട്ടി തേങ്ങാപ്പാൽ, നമ്മുടെ തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വയ്ക്കാം കേട്ടോ. തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ചിക്കൻ വരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. തക്കാളി കുക്ക് ചെയ്യുന്നത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ, ലോ ഫ്ലെയിമിലല്ല. തക്കാളി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു 1 മിനിറ്റ് ആവുമ്പോൾ. ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. തക്കാളിയൊക്കെ ഇതാ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ചേർത്ത് ചൂടാക്കി വരുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങും. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചിക്കനിലേക്ക്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. നമ്മളൊന്ന് ഒരു 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവോളയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ എല്ലാം ചേർന്നിട്ട് ഉപ്പ് കൂടി പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കരുതെന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊന്നും ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാൻ പോകുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. മീഡിയം ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് അടച്ചു വയ്ക്കുന്നത്, വലിയ ബർണറിലല്ല. അപ്പോൾ നിങ്ങൾ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കൂ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയി. ചിക്കനിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടോ, സൈഡിലൊക്കെ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വറ്റി വരണം. അപ്പോൾ ഒരുപാട് തേങ്ങാപ്പാൽ വേണ്ട. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച്, ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാൻ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടി തേങ്ങാപ്പാൽ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. തേങ്ങയുടെ 1/4 പാൽ. ഇനി ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയിൽ പിടിക്കരുത് വെള്ളം വറ്റിയിട്ട്. വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോവില്ല, കുറച്ച് സമയം കഴിയുമ്പോഴേ വറ്റി തുടങ്ങുള്ളൂ ചട്ടിയുടെ ചൂടുകൊണ്ട്. ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. വേഗം തന്നെ കുക്കായി കിട്ടും. വലിയ പീസ് അല്ലാത്തതുകൊണ്ട് ചിക്കൻ വേഗം കുക്കായി കിട്ടും. വലിയ പീസാണെങ്കിൽ കുക്കായി വരാൻ സമയമെടുക്കും. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കാൻ എളുപ്പത്തിനായിട്ട് ചട്ടി ഒന്ന് മാറ്റിയിട്ടോ. ആ മൺചട്ടിയിൽ വെച്ചിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഇളക്കി ഗ്രേവിയൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്തില്ല. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കുരുമുളക് പൊടി ചേർത്തുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി ചിക്കനിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്നുകൂടി ഒന്ന് വരാനുണ്ട്. കറക്റ്റ് ചിക്കൻ വരട്ടിയതായിട്ടില്ല, ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് പൊടി ചേർത്താൽ കറക്റ്റായിട്ട് ആ എരിവൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ആയിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതുപോലെ ഒരു 5 മിനിറ്റും കൂടി തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡിയാവും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി കേട്ടോ. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഒരുപാട് ഡ്രൈ ആവില്ല. ചിക്കനിലേക്ക് മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ചിക്കൻ വരട്ടിയത് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഓരോ പീസുകളും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അത്രയും വിട്ട് വന്നു. ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കൻ പീസിലേക്ക് പിടിച്ചിട്ടുണ്ട്. സവോളയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി തരാം. എരിവ് കുറച്ച് കുത്തലായിട്ട് തോന്നുകയാണെങ്കിൽ, കുരുമുളകിൻ്റെ കുത്തൽ പോലെ തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ. അപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു എരിവ് കുത്തൽ കുറഞ്ഞു വരും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയും മതി. ഇനി ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത് റെസിപ്പി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല. ചില റെസിപ്പികൾ ചൂടൊന്ന് കുറഞ്ഞിട്ട് കഴിക്കായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ എരിവും ഉപ്പും മസാലയും എല്ലാം നന്നായിട്ട് പിടിച്ച് ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എല്ലാ റെസിപ്പികളുടെയും കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെ റെസിപ്പികളുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെയും പുലാവിൻ്റെയും കൂടെ കഴിക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ നാടൻ രീതിയിൽ വരട്ടിയതാണെങ്കിലും ഫ്രൈഡ് റൈസിനും പുലാവിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇരിക്കുന്നതോറും കളർ മാറി വരുന്നത് കണ്ടോ. ഇനി ഇങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പോൾ കുറച്ചുകൂടി കളർ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.